കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ ശൗചാലയ പദ്ധതിക്കായുള്ള നടപടികൾ ആരംഭിച്ചു. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിന്റെയും ഹൈബി ഈഡൻ എംപിയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപടികൾ ആരംഭിക്കുന്നത്. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും എത്തുന്നത്. എന്നാൽ പുതുവൈപ്പിൽ ശൗചാലയമില്ലാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. ടൂറിസം വിപുലപ്പെടുത്തുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോഴും ഇത്തരം പോരായ്മകൾ കേരളത്തിൽ ടൂറിസത്തിന് പ്രതിസന്ധിയാകാറുണ്ട്. മറ്റു ബീച്ചുകൾ പോലെ പുതുവൈപ്പിൽ ശൗചാലയവും കടകളും വേണമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളുടെ ടൂർ കൊച്ചി എന്നുള്ള ഗ്രൂപ്പിൽ ഞങ്ങൾ ബീച്ചും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണതാണ്. നമുക്ക് ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയണതൊന്നുമില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്ത്രീകളാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ആ ഒരു അടിസ്ഥാന സൗകര്യം ആരാണെങ്കിലും ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് ശ്രദ്ധയിൽ പെടുത്തിയിട്ട് ഞങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമാണ് പുതുവൈപ്പ്. സഞ്ചാരികളുടെ ആവശ്യമറിഞ്ഞ് ബീച്ചിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പഞ്ചായത്ത് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അധികം താമസിക്കാതെ കണ്ടെയ്നർ ടോയ്ലറ്റുകൾ പുതുവൈപ്പ് ബീച്ചിലുണ്ടാകും. ഹൈബി ഈഡൻ എംപിയുടെയും പഞ്ചായത്തിന്റെയും കൃത്യമായ ഇടപെടലിലൂടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അതായത് പഞ്ചായത്തിൽ നിന്ന് 39,000 രൂപ പാസ്സായിട്ടുണ്ട്. അത് ഡെവലപ്പ് ആണെങ്കിൽ ഒരു 4-5 മാസം കൊണ്ട് കഴിയും. അതുവരെയുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് കൊച്ചിൻ പോർട്ടിൻ്റെ സ്ഥലമാണ്. അവരൊന്നും ചെയ്യിക്കില്ല. ഇതവിടെ ചെല്ലുമ്പോൾ റിങ് ഉണ്ട്. ഇതവിടെ ഒരു റിങ് കിടപ്പുണ്ട്. ഇത് അറ്റത്തെ പോയി കടലെടുത്ത് പോയി 3 സ്ഥലത്ത് ഇതുപോലെ പണിതതാണ്. പോർട്ടൊന്നും സമ്മതിച്ചില്ല. കാരണം ഇവിടെ പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തായാലും തൽക്കാലം 2-3 ശൗചാലയം പണിയാനായിട്ടുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ഇല്ല കാണുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ 50 രൂപ കൊടുത്ത് കുളിക്കുക എല്ലാ സൗകര്യം ഉണ്ട്. അതാണ് അവിടെ പ്രൈവറ്റായിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.